നാഥനേ, ലോകത്തിൽ നിന്നകൾ ഏറി വന്നാലും മാറണേ മാറിയും നാഥനേ, എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. എന്നു നീ വന്നിടും മേഘത്തിൽ അന്നു ഞാൻ ധന്യനായി തീർന്നിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 55-ാം സങ്കീർത്തനം 4-ാം വാക്യം. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഇന്ന് പലരും പുറമേ ചിരിച്ചുകൊണ്ട് നടക്കുന്നവരാണ്, എന്നാൽ ഉള്ളിൽ ഭയവും നിരാശയും ഏകാന്തതയും നിറഞ്ഞിരിക്കുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും മനുഷ്യഹൃദയങ്ങളെ തകർത്തുകൊണ്ടേയിരിക്കുന്നു. ദാവീദും ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ മനുഷ്യരുടെ മുൻപിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാതെ ദൈവത്തിനു മുമ്പിൽ സകലതും ഏൽപ്പിച്ചു കൊടുക്കുന്നു. യഥാർത്ഥ വിശ്വാസം വികാരങ്ങൾ മറച്ചു വയ്ക്കുന്നതല്ല, പകരം അവയെ ദൈവപാദങ്ങളിൽ സമർപ്പിക്കുന്നതാണ്. ഇന്നത്തെ വേദഭാഗത്തൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ചിന്ത വിശ്വാസികൾക്ക് ഭയം ഉണ്ടാകും എന്നതാണ്. ചിലർ കരുതുന്നത് വിശ്വാസമുള്ളവർ ഒരിക്കലും ഭയപ്പെടുകയില്ല എന്നാണ്. എന്നാൽ ബൈബിൾ അങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നില്ല. ഭയം വരാം, കണ്ണുനീരുണ്ടാകാം, ഹൃദയം തകരാം. എന്നാൽ അവിടെയാണ് ദൈവം തൻ്റെ കൃപയും ശക്തിയും വെളിപ്പെടുത്തുന്നത്. നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണത പ്രാപിക്കുന്നു. ഈ ഭാഗത്തൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ചിന്ത ദൈവം തകർന്ന ഹൃദയത്തിൻ്റെ നിലവിളി കേൾക്കുന്നു എന്നതാണ്. ദാവീദ് തൻ്റെ വേദനയിൽ ഒറ്റയ്ക്കായിരുന്നില്ല. ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. അവസാനം വിടുതലും സമാധാനവും നൽകുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം നിലവിളി കേൾക്കും എന്നുള്ള ചിന്തയുണ്ടാകണം. എന്നാൽ അവൻ നമ്മെ മറക്കുന്നവനല്ല. നമ്മുടെ ഓരോ കണ്ണുനീരും അവൻ കാണുന്നു. ഓരോ പ്രാർത്ഥനയും അവൻ്റെ സന്നിധിയിൽ വിലപ്പെട്ടതാണ്. അവൻ്റെ സമയത്ത് അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവസാനമായി ഈ ഭാഗം നൽകുന്ന ചിന്ത ഭയത്തിനു മുകളിലാണ് ദൈവത്തിൻ്റെ സമാധാനം എന്നത്. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഉടൻ മാറണമെന്നില്ല. എന്നാൽ പ്രശ്നങ്ങളുടെ നടുവിൽ സമാധാനത്തോടെ നിൽക്കുവാനുള്ള കൃപ ദൈവം നൽകും. അതാണ് ലോകത്ത് നൽകുവാൻ കഴിയാത്ത സമാധാനം. പ്രിയമുള്ളവരെ, ഹൃദയം തകർന്നാലും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കൈകളിലാണ്. ലോകം നമ്മെ ഉപേക്ഷിച്ചാലും കർത്താവ് നമ്മെ കൈവിടുകയില്ല. അതുകൊണ്ട് എല്ലാ ഭയങ്ങളും ആശങ്കകളും കർത്താവിൻ്റെ പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈ യാത്ര നമുക്ക് തുടരാം. പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഹൃദയം തകർന്നിരിക്കുന്നു, എങ്കിലും ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. എന്നോട് കരുണ കാണിക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.